ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആവേശം ലോകം മുഴുവനും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി പറയാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അതിഥി ആ മേഖലയിൽ ഏറ്റവും പ്രഗത്ഭനായൊരു വ്യക്തി തന്നെയാണ്. പ്രമുഖ എഴുത്തുകാരനും കായിക ലേഖകനും ആകാശവാണിയുടെ മുൻ ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ശ്രീ KM നരേന്ദ്രൻ സാർ. നമസ്കാരം. നമസ്കാരം. എവിടെയും ലോകകപ്പ് വിശേഷങ്ങൾ മാത്രമേ നമുക്ക് കേൾക്കാൻ. അതെ അതെ. ആകെ 4-3-7 ആൾക്കാർ മാത്രമുള്ള സെനഗൽ, പിന്നെ ഇന്നലെ ഒരു കോപ്പ വർദ്ധയോ കേപ്പ് വർദ്ധ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പേര് കേൾക്കുന്നത്. ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഈ ലോകകപ്പിലേക്ക് അവരുടെ ടീമിനെ അയക്കുന്നു, വലിയ പ്രമുഖ ടീമുകളെ വരെ വിറപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യമായ 140 കോടി ജനങ്ങളുള്ള രാജ്യമായ ഇന്ത്യക്ക് ഒരു 12 പേരെ 11 പേരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എന്തൊരു നാണക്കേടാണ്. ഇത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യബോധത്തോടെ ഒരു വസ്തുനിഷ്ഠമായി എങ്ങനെയാണ് ഇതിനെ ഈ ചോദ്യത്തിനെ സമീപിക്കേണ്ടത് സാർ? വാസ്തവത്തിൽ ഈ പരിഹാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കറിയാവുന്നതും അറിയാത്തതുമായ ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങളുമുണ്ട്. അതത് കാലത്ത് ഭരിക്കുന്ന സർക്കാരുകളെ പരിഹസിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അത് കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നുമുണ്ട്. അത് നടക്കട്ടെ. ഇതിൻ്റെ ഉള്ളിലുള്ളൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യ തീരെ ലോകകപ്പിൽ നിന്നല്ല, ലോക ഫുട്ബോളിൽ നിന്നല്ല, പൊതുവെ ഫുട്ബോളിൽ വളരെ മോശമാണ്. അത് അംഗീകരിച്ചേ പറ്റൂ, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. ക്രിക്കറ്റിലും ഹോക്കിയിലും പിന്നെ 3-4 വിഷയങ്ങളിലും നമുക്ക് അത്യാവശ്യം ഭേദപ്പെട്ട, ഇപ്പോൾ ചെസ്സിൽ ഇന്ത്യ വളരെ മുകളിലാണ്. വേണമെങ്കിൽ ബോക്സിങ്, റെസ്ലിങ് അങ്ങനെയുള്ള ചില ഇതിലും ഇന്ത്യക്ക് അത്യാവശ്യം ഒരു റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം ഒളിമ്പിക്സിലൊക്കെ ചില മെഡലുകളും ഒക്കെ എല്ലാ തവണയും കിട്ടാറുണ്ട്. ബോക്സിങ്ങിൽ കിട്ടുന്നുണ്ട്, റെസ്ലിങ്ങിൽ കിട്ടുന്നുണ്ട്, വെയ്റ്റ് ലിഫ്റ്റിങ്ങിനും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാരണം മല്ലേശ്വരിയെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഫുട്ബോളിൻ്റെ കാര്യം വരുന്ന സമയത്ത് ഇല്ല. പൊതുവേ നമ്മൾ സ്പോർട്സിൽ പിറകിലാണ്. അതിൽ തന്നെ ഈ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ വട്ടപൂജ്യമാണ്, അതിൽ സംശയമൊന്നുമില്ല. അക്കാര്യത്തിൽ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യവുമില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഒരു സൊല്യൂഷൻസ് പറയാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ വിചിത്രമായിട്ടുള്ള, തീർത്തും തെറ്റായിട്ടുള്ള ചില നെറേറ്റീവുകൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. ആ നെറേറ്റീവുകളെയാണ് നമ്മൾ ആദ്യം സൂക്ഷിക്കേണ്ടത്. അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ നല്ല ടീമിനെ അയക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവിടുത്തെ കായിക ലോകം ഭരിക്കുന്ന അധികൃതരുടെ അഴിമതിയാണ് എന്നൊരു വർത്തമാനം പറയും. അങ്ങനെ വർത്തമാനം പറയുന്ന സമയത്ത് ആളുകൾക്കൊക്കെ സന്തോഷമാണ്. കാരണം ആ അഴിമതിയൊക്കെ ആരാ നടത്തുന്നത്? അത് കായിക ലോകം ഭരിക്കുന്നവർ. അപ്പോൾ നമുക്ക് യാതൊരു പങ്കുമില്ല. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ കുറച്ച് പേരെ കുറ്റം പറയാനുണ്ടല്ലോ, സന്തോഷം. അതെ, നമ്മൾ വലിയ ആൾക്കാരായി. ഇതാണ് അതിൻ്റെ പിറകിലുള്ളത്. കുറ്റം പറയുന്നത് ആരെയാണ്? അധികൃതരെ, എന്ന് വെച്ചാൽ സർക്കാരിനെ, അവരുടെ നോമിനീസിനെ. ഇവിടെ അഴിമതി ഇല്ല എന്നല്ല പറയുന്നത്, അഴിമതി ധാരാളമുണ്ട്. പക്ഷേ അഴിമതി ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക, എങ്കിൽ ഈ ടീം നന്നാകുമായിരുന്നോ എന്നൊരു ചോദ്യമില്ലേ? ഒരു 5% നന്നാവുമായിരിക്കും, അത്രയേ ഉള്ളൂ. അതായത് ഇന്ത്യയുടെ ഇന്നത്തെ റാങ്കിങ്, ലോക റാങ്കിങ് എന്ന് പറയുന്നത് വെറും 139ആണ്. ഏറ്റവും മികച്ച റാങ്കിങ് ഉണ്ടായത് 95 എത്തിയിട്ടുള്ളൂ. അതായത് IM വിജയനൊക്കെ കളിക്കുന്ന കാലത്ത് 95 എത്തിയിട്ടുണ്ട്. അപ്പോഴും വളരെ പിന്നിലാണ്. ലോക നിലവാരത്തിൽ അതൊന്നുമല്ല. ഈ 95, 139 ആവും. ഇനി 1-2 കളികൾ ജയിച്ചാൽ വീണ്ടും 100 ആവും, വീണ്ടും 135 ആവും. ഇങ്ങനെ അതിൽ കിടന്ന് വോബിൾ ചെയ്ത് കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അഴിമതിയിൽ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ IM വിജയൻ ടീമിൽ കയറിയത് അഴിമതിയിലൂടെ അല്ല എന്നത് എല്ലാവർക്കും അറിയാം. നമുക്കറിയാവുന്ന ഈ തൃശ്ശൂരൊക്കെ ഇരിക്കുന്ന ഒരു പാവം മനുഷ്യന് ടീമിലെത്തണമെങ്കിൽ അഴിമതിയിലൂടെ നടക്കില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിന് ആരെയും പരിചയവുമില്ല, പിടിപാടുമില്ല. അപ്പോൾ അദ്ദേഹമൊക്കെ വളരെ നേരാം വഴിക്ക് ടീമിലെത്തിയവരാണ്. അപ്പോൾ ആ കാലത്ത് അഴിമതി ഇല്ലായിരുന്നു, എന്നിട്ടും 95ആണ് റാങ്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ അഴിമതി ഇല്ലായിരുന്നെങ്കിലും നമ്മുടെ റാങ്കിങ് മുകളിൽ എത്തുമായിരുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അഴിമതി തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഒഴിവാക്കിയാലും പ്രശ്നം ബാക്കിയാണ്, നമ്മുടെ നിലവാരം പിറകിൽ തന്നെയായിരിക്കും. അതൊരു കാര്യം. രണ്ടാമത്തെ തെറ്റായിട്ടുള്ള ഒരു കാരണം ഇവർ കണ്ടുപിടിച്ചിട്ടുള്ള ആ നെറേറ്റീവിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ കായിക ശരീരം, നമ്മുടെ ബോഡി ഫിസിക് എന്ന് പറയട്ടെ, അത് ഇതിനൊന്നും കൊള്ളില്ല. എന്ന് വെച്ചാൽ ശക്തിയുള്ള ഒരു ആളുകളല്ല നമ്മൾ. അപ്പോൾ അതിന് തെളിവായിട്ട് കാണിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെയും ഈവൻ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ആളുകൾ ഓടുന്ന വേഗതയും പന്തടക്കവും അവരുടെ ഒരു മസിൽ പവറും കണ്ടാൽ ശരിക്കും നമ്മൾ പേടിക്കും, ഇല്ലെന്ന് പറയുന്നില്ല.
അങ്ങനെയൊക്കെ ഉള്ളൊരു മസിൽ പവറൊക്കെ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറ്റും. അപ്പോഴും ഇവിടെ ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ സ്കോപ്പുണ്ട്. നമുക്ക് പോഷകാഹാര കുറവ് ധാരാളം സംഭവിച്ചു ഒരുപാട് കാലമായിട്ട്. അപ്പോൾ അതിനും കുറ്റം ഗവൺമെൻറ്റിനുകൾക്ക് തന്നെയാണ്. അപ്പോൾ അതിനും നമുക്ക് സുഖമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനല്ലല്ലോ തെറ്റ് ചെയ്യുന്നത്. അവിടെയും ആ ഒരു ഇതുകൊണ്ട് ഇനി ഇതിന് ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ അത് ഒരു ചെറിയ ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ മതി. ഇന്ത്യക്ക് കാലാകാലങ്ങളായിട്ട് ഹോക്കിയിൽ ഒരു ടോപ്പ് 8 സ്ഥാനമുണ്ടല്ലോ. ചില സമയത്ത് ഒളിമ്പിക്സിൽ ഈ അടുത്ത കാലത്ത് 3-ാം സ്ഥാനം വരെ കിട്ടി. അത്ര മോശക്കാരല്ല. ടോപ്പ് 8 എക്കാലത്തും വന്നിട്ടുണ്ട്. പണ്ട് കാലത്തെ നമ്മൾ ധ്യാൻചന്ദിൻ്റെ കാലമൊക്കെ മറന്നാൽ തന്നെയും സമീപകാലത്ത് പോലും ടോപ്പ് 8 എന്നുമുണ്ട്. ഇത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച ശക്തികൾ എന്ന് പറയുന്നത് ഒന്ന് ഓസ്ട്രേലിയ, അല്ലെങ്കിൽ ജർമ്മനി, ഹോളണ്ട്, ഇവരൊക്കെയാണ് ഏറ്റവും മികച്ച ശക്തികൾ. തൊട്ട് താഴെ ഇന്ത്യയുമുണ്ട്. ഇവരോട് ഇന്ത്യ കളിക്കുന്ന സമയത്ത് നമ്മുടെ സ്കോർ എന്ന് പറയുന്നത് നമ്മൾ തോൽക്കുകയാണെങ്കിൽ തന്നെ 2-1 അല്ലെങ്കിൽ 1-0, ചില കളികളിൽ നമ്മൾ ജയിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു ഹ്യൂജ് മാർജിനിലൊന്നും ഇല്ല. നമ്മളതല്ല, അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. അടുത്ത കാലത്തൊന്നും അങ്ങനെ സംഭവിച്ചു. ചിലപ്പോൾ അവരെ തോൽപ്പിക്കുന്നുമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒളിമ്പിക്സിൽ 3-ാം സ്ഥാനം കിട്ടില്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ഇതേ കായിക ശരീരം തന്നെയല്ലേ ഹോക്കി കളിക്കാർക്കും ഉള്ളത്. ഇത് മാത്രമല്ല, അവർ കളിക്കുന്ന സ്പീഡ് നോക്കൂ. ഏതാണ്ട് തുല്യ സ്പീഡിൽ ഓസ്ട്രേലിയയോട് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. നേരെ മറിച്ച് ഫുട്ബോൾ വരുന്ന സമയത്ത് അതില്ല. അപ്പോൾ എന്തോ ഒരു പ്രശ്നം അവിടെയുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കായിക ശരീരത്തിനല്ല പ്രശ്നം എന്നതിൻ്റെ ഒരു തെളിവ് ആ ഹോക്കിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ക്രിക്കറ്റ് വരികയാണെങ്കിലോ, ഇപ്പോൾ വൈഭവ് സൂര്യവംശിയെ കണ്ട് പേടിക്കുകയാണ് ബ്രിട്ടീഷ് കളിക്കാർ വരെ. അയാളുടെ ആ ഒരു ഫോമും ആ ഉഗ്രതയും 15 വയസ്സിലൊക്കെ ഈ മട്ടിലാണ് കളിക്കുന്നതെന്ന് വെച്ചാൽ 20-ാം വയസ്സിൽ ഇവനൊരു സീനിയർ ടീമിൽ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നതാണ് അവരിപ്പോൾ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ മാസത്തെ വിസ്ഡൻ ക്രിക്കറ്റിയർ ഓഫ് ദി അവരുടെ ഒരു മാഗസീനുണ്ട്, വിസ്ഡൻ മാഗസീനുണ്ട്. അതിൻ്റെ കവർ പിക്ചർ വൈഭവ് സൂര്യവംശി എഴുതിയതാണ്. ദ ബോയ് ഹൂ ബ്രോക്ക് ക്രിക്കറ്റ് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ദ ബോയ് ഹൂ ബ്രോക്ക് ക്രിക്കറ്റ്. അപ്പോൾ അവർ ഭയക്കുന്ന കളിക്കാർ ഇന്ത്യയിലുണ്ടാകുന്നു, ക്രിക്കറ്റിലുണ്ടാകുന്നു, ഇവിടെ ഹോക്കിയിലുണ്ടാകുന്നു. ഇനി അതിനുശേഷം നമുക്ക് കർണം മല്ലേശ്വരിയോ അല്ലെങ്കിൽ സുശീൽ കുമാർ, ഇപ്പോൾ ബോക്സിങ്ങിൽ സുശീൽ കുമാറോ, അവരും മോശക്കാരല്ലല്ലോ. ലോകത്തിൽ ഇപ്പോൾ ഒളിമ്പിക്സിൽ 3-ാം സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെയും ഒരു വലിയ ബോക്സർ തന്നെയല്ലേ എപ്പോഴും, അല്ലേ? ടോപ്പ് 3 വരുന്നുണ്ടല്ലോ. അതെ, അപ്പോൾ അത്ര മോശമല്ല അവരും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കളിക്കാർ, ഇപ്പോൾ എന്താണ് മേരി കോം ലോകത്തിലെ ഏറ്റവും മികച്ച ആ ഒരു കാറ്റഗറിയിലെ ഏറ്റവും മികച്ച ബോക്സറായി ഒരുപാട് കാലം ബോക്സ് ചെയ്തവരാണ്. അപ്പോൾ അവർ മോശക്കാരാണോ? അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ബോക്സിങ്ങിനും റെസ്ലിങ്ങിനും ഒക്കെ അങ്ങേയറ്റം മസിൽ പവർ വേണ്ടതാണെന്ന് ആരും സമ്മതിക്കുമല്ലോ, അല്ലേ? അപ്പോൾ ഫുട്ബോളിനില്ല, ഇത്തരം കളികൾക്കൊക്കെ ഉണ്ട്. വേഗത വേണ്ടുന്ന ഹോക്കിക്ക് പോലും ഉണ്ട്. അപ്പോൾ എന്താണ് പ്രശ്നം എന്നൊരു ചോദ്യം അങ്ങനെ ചോദിക്കണ്ടേ? ഇവിടുത്തെ നമ്മുടെ കായിക പണ്ഡിതരോ ബുദ്ധിജീവികളോ ഒന്നും തന്നെ ഈ ചോദ്യം, ഈ കോമൺ സെൻസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അവരും ഈ നേരത്തെ പറഞ്ഞ നെറേറ്റീവ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് സൊല്യൂഷനിലെത്താൻ പറ്റുന്നില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. യഥാർത്ഥ പ്രശ്നം എൻ്റെ ഒരു കണക്കുകൂട്ടൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജൂനിയർ താരങ്ങൾ, ഒരു 15 വയസ്സിൽ താഴെ അല്ലെങ്കിൽ ആ പ്രായമൊക്കെയുള്ള കുട്ടികൾ, ഈ കുട്ടികളും സമാനരായ ഇപ്പോൾ അമേരിക്കയിലെയോ യൂറോപ്പിലെയോ ഏതെങ്കിലും രാജ്യത്തെ അതേ പ്രായമുള്ള കുട്ടികളും കളിക്കുകയാണെങ്കിൽ ഇന്ത്യ അപ്പോഴും തോൽക്കുമായിരിക്കും. പക്ഷേ ആ തോൽക്കുന്നത് 2-1, 3-1 ഒക്കെ ആയിരിക്കും, ചെറിയ സ്കോറിനായിരിക്കും. ഇതേ കുട്ടികൾ വളർന്ന് വലുതായി ഒരു 25 വയസ്സായി സീനിയർ ടീമായി എന്ന് വിചാരിക്കുക. ഇന്ത്യൻ കുട്ടികളും അവിടുത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലെ, നമ്മൾ ഫ്രാൻസിനോടാണ് കളിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് 1 ഡസൻ ഗോള് സുഖമായിട്ട് അവരടിക്കും. അതായത് 2-1, 3-1 തോറ്റിരുന്ന ഇന്ത്യ പിന്നെ തോൽക്കാൻ പോകുന്ന സീനിയർ ടീം എത്തുമ്പോഴേക്കും 12-0 അപ്പോൾ ഈ ഇൻ ബിറ്റ്വീൻ എന്തോ സംഭവിക്കും. ഇൻ ബിറ്റ്വീനുള്ള ആ ഗ്രൂമിങ് അപ്പ് ഒരു കാലമുണ്ടല്ലോ, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഏറ്റവും താഴത്തെ പടിയിൽ ഏകദേശം തുല്യരായിട്ട് തുടങ്ങിയ നമ്മളൊക്കെ ആ സീനിയർ ലെവലിലെത്തുമ്പോഴേക്കും വളരെ പിറകിലായി പോകുന്നു. ഇതിന് കാരണമാണ് നമ്മൾ കണ്ടെത്തേണ്ടിയിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സ്റ്റൈൽ തന്നെ തെറ്റാണ്. ഈ തെറ്റായ സ്റ്റൈലാണ് പഠിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരുതരം മോഹിനിയാട്ടത്തിൻ്റെ ശൈലിയാണെന്ന്. അത് പതുക്കെ ലാസ്യത്തോട് കൂടിയിട്ടുള്ള ഒരു കളിയാണ് നമ്മൾ ഇന്ത്യ കളിക്കുന്നത്. ഈ സ്പീഡിലൊന്നും അല്ല ഫുട്ബോൾ കളിക്കേണ്ടത്. നമുക്ക് പറ്റാഞ്ഞിട്ടല്ല, ഹോക്കിയിൽ നമുക്ക് പറ്റുന്നുണ്ട്. നേരെ മറിച്ച് കുറച്ചുകൂടി വേഗതയിലുള്ള ഫുട്ബോൾ നേരത്തെ കൂട്ടി പരിശീലിപ്പിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ കുട്ടികളത് പഠിക്കും. പിന്നെ യൂറോപ്യൻ ലെവലിൽ നമുക്ക് കളിക്കാൻ പറ്റും. ആ വേഗത, അതിന് ആ വേഗത എന്ന് വെച്ചാൽ വെറും ഓട്ടത്തിൻ്റെ വേഗത മാത്രമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഒരു ഹൈ ബോൾ വന്നു എന്ന് വിചാരിക്കുക, ദൂരെ എന്നുള്ള ലോങ് റേഞ്ച്. ആ ലോങ് റേഞ്ച് പാസ് നമ്മൾ സ്വീകരിച്ച് കാലിൽ വെച്ച് അടുത്ത അടി അടിക്കുന്നത് ഒറ്റ ആക്ഷനിൽ വേണം. ഇത്
ചെസ്റ്റിൽ അത് സ്ട്രാപ്പ് ചെയ്ത് പിന്നെ ആലോചിച്ച് പതുക്കെ അത് കാലിൽ വെച്ച് എന്നിട്ട് എന്താണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അപ്പോഴേക്കൊക്കെ അടുത്ത 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്ത്യൻ കളിക്കാരാ ചെയ്തു വരുമ്പോഴേക്കും അവരുടെ ഫോർമേഷൻസൊക്കെ അവർ കറക്റ്റ് ആക്കിയിട്ട് ഇത് പന്ത് തട്ടിയെടുത്ത് അവർ പോകും. ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടിയിട്ടൊരു ഒരു ഓഫ് സൈഡ് ഗോളായിപ്പോയി, അദ്ദേഹത്തിന് ഗോൾ കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അദ്ദേഹം ആ ബോൾ സ്വീകരിച്ച് ഒരൊറ്റ മൂമെൻറ്റിൽ ഗോളടിച്ചു. പക്ഷേ അത് ഓഫ് സൈഡ് ആയതുകൊണ്ട് ഗോളായില്ല. പക്ഷേ അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ആക്ഷനാണ്, ഒരൊറ്റ ആക്ഷനേ ഉള്ളൂ. ആ ചെസ്റ്റ് ട്രാപ്പിങ്ങും ബോൾ കാലിൽ എടുക്കുന്നതും അടിക്കുന്നതും ഒരൊറ്റ ആക്ഷനിൽ 1 സെക്കൻഡിലെല്ലാം കഴിഞ്ഞു, ഗോളായി കഴിഞ്ഞു. പിന്നെ അത് ഓഫ് സൈഡ് ആണെന്നുള്ളൊരു എന്താ പറയുക 1/2 മില്ലിമീറ്റർ കൊണ്ട് ഓഫ് സൈഡായി മാറി എന്നത് മാത്രമാണ്. ഇതാണ് ഇന്ത്യ അതിന് പകരം ഒരു 10 സെക്കൻഡ് എടുക്കും. ഈ 10 സെക്കൻഡ് കൊണ്ടൊക്കെ ആ ബോൾ എതിരാളികൾക്ക് എവിടെയൊക്കെയോ എത്തിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അവിടെ ആ സ്പീഡ് എന്ന് പറഞ്ഞാൽ അതുകൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓട്ടത്തിൻ്റെ സ്പീഡ് മാത്രമല്ല, ഇങ്ങനെ പല കാര്യങ്ങളിലുമുള്ള റിഫ്ലക്സ്, അതെ റിഫ്ലക്സ് എല്ലാം അതിൽ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ വേഗത, ഈ വേഗതയില്ലാത്ത ഒരു പതുക്കെയുള്ള ഒരു ശൈലി, ആലോചിച്ച് പിടിച്ചുള്ളൊരു ശൈലി, ഇതല്ല ഇന്നത്തെ ഫുട്ബോളിന് വേണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് 10-20 കൊല്ലമായിട്ട് ആ സ്പീഡ് വളരെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്പീഡൊക്കെ സ്വീകരിക്കണമെങ്കിൽ അതനുസരിച്ച് തന്നെയാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. ആ പരിശീലനം നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് കിട്ടുന്നില്ല. അതിനർത്ഥം നമുക്കത് പറ്റില്ല എന്നല്ല, അതിന് പറ്റും എന്നുള്ളതിനും ഒരു തെളിവ് ഞാൻ കാണിച്ചു തരാം. ഇത്തവണത്തെ ഈ 2026 ലോകകപ്പിൽ ഇന്ത്യൻ വംശജരായിട്ടുള്ള 3 യുവാക്കൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞു. അവർ കളിച്ചിട്ടുണ്ട്. ന്യൂസിലാൻഡിന് വേണ്ടി, കോങ്കോയ്ക്ക് വേണ്ടി, ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി. ഇന്ത്യൻ വംശജരാണവർ. ഇപ്പം നിഷാൻ വേലുപ്പിള്ള എന്നൊരു കളിക്കാരൻ, നമ്മളാരും കേട്ടിട്ടില്ല, അയാൾ ഓസ്ട്രേലിയയിലാണ് കളിക്കുന്നത്. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഗ്രൗണ്ടിൽ കളിച്ചു അദ്ദേഹം. പിന്നെ അതുപോലെ ഒരു മുത്തുസ്വാമിയുണ്ട്, ആ മുത്തുസ്വാമിയും കളിച്ചു, കോങ്കോയ്ക്ക് വേണ്ടി കളിച്ചു. അപ്പോൾ അതിനൊക്കെ അർത്ഥം എന്താണ്? അപ്പോൾ ഇതേ ഇന്ത്യൻ ശരീരമൊക്കെ തന്നെയാണ്. ഒരു സർപ്രീത് സിംഗ് ന്യൂസിലാൻഡിന് വേണ്ടി കളിച്ചു. സർപ്രീത് സിംഗ് ബയേൺ മ്യൂണിക്കിന് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ്. ബയേൺ മ്യൂണിക്കിന് വേണ്ടി, ജർമ്മനിയിലെ ബയേൺ മ്യൂണിക്കിൻ്റെ സീനിയർ ടീമിൽ കളിച്ചു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അയാൾ? മോശക്കാരനാവില്ലല്ലോ, ഇതേ ഇന്ത്യക്കാരൻ തന്നെയല്ലേ. ഇനി അതും പോട്ടെ, ഇവരൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെ ഒരു 2006 ലോക ചാമ്പ്യൻഷിപ്പ് നേടിയത് ഇറ്റലിയാണ്. ഇറ്റലി തോൽപ്പിച്ചത് ഫ്രാൻസിനെയാണ്. ആ ഫ്രഞ്ച് ടീമിൻ്റെ റിസർവ് ബെഞ്ചിൽ ഒരു ഇന്ത്യൻ കളിക്കാരനുണ്ടായിരുന്നു, വികാസ് ദറാസു എന്നാണ് പേര്. ശരിക്കും പറഞ്ഞാൽ തമിഴ് വംശജനാണ് അദ്ദേഹം. പിന്നീട് സെഷ്യൽസിലൊക്കെ പോയി മറ്റ് മൊറീഷ്യസിലൊക്കെ പോയി മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് അവസാനം ഫിസിക് എക്സലൻ്റ് ആണ് അയാൾ. എന്ന് മാത്രമല്ല അവിടെ ഏറ്റവും നല്ല AC മിലാനിൽ കളിച്ചിട്ടുണ്ട് അദ്ദേഹം. ഇറ്റലിയിലെ സീരിയയിൽ കളിക്കുന്ന AC മിലാനിൽ കളിച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ സ്റ്റാൻഡേർഡിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ, 1-ാം കിട കളിക്കാരനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് അത്ര വരെ എത്താമെന്നുണ്ടെങ്കിൽ അതുപോലൊരു 10 കളിക്കാരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ ഗ്രൂമിങ്ങിനല്ലേ പ്രശ്നം? തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വളരെ അകമഴിഞ്ഞ ഒരു സപ്പോർട്ട് അതിനാവശ്യമാണ്. ഇതൊരു ലോങ് പ്രോസസ്സാണ്. അതെ. നമ്മൾ ആ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതിന് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ സഹായം വേണം. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ, സഹായിക്കാനുള്ള മനസ്ഥിതി ഗവൺമെൻറ് കാണിക്കുന്നത് കുറേ പണം എവിടെയെങ്കിലുമൊക്കെ നിക്ഷേപിക്കും. അവിടെയല്ല നിക്ഷേപിക്കേണ്ടത്, വേണ്ടടുത്ത് വെച്ച്. ഇപ്പോൾ ഗവൺമെൻറ് ആകെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേ നല്ല സ്റ്റേഡിയങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും. പക്ഷേ ഒരു കളിക്കാരനെ ഉണ്ടാക്കാൻ അത് മാത്രം പോരാ. ഈ ഗ്രൂമിങ് കമ്പിൻ്റെ ചില ഒരു ഇക്കോ സിസ്റ്റം എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ലേ, അത് തന്നെയാണ് ശരി. അത് ഇവിടെ തൽക്കാലം ഇല്ല. സത്യം അതാണ്, ആ സിസ്റ്റം ഇവിടെ ഇല്ല. കാരണം അതിന് പറ്റിയ പരിശീലകർ വേണം, അതിന് പറ്റിയ നിരവധി ക്ലബ്ബുകൾ വേണം. ഇതൊന്നും നമുക്ക് ഇവിടെ ഇല്ല. ഏറ്റവും നല്ലൊരു വഴി, ഒരു പോം വഴി ഇതിനുണ്ട്. അതാണല്ലോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ അവസ്ഥയിൽ യൂറോപ്പിലെ പ്രധാനപ്പെട്ട ക്ലബ്ബുകളൊക്കെ ഓരോ തരം സാമ്പത്തിക പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടുകയാണ്. ഇംഗ്ലണ്ടിലെയും ഫ്രാൻസിലെയും ചില ക്ലബ്ബുകളൊക്കെ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളതാണ്, അല്ലെന്നല്ല പറയുന്നത്. പക്ഷേ മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും ഇൻക്ലൂഡിങ് ഹോളണ്ട്, അവരുടെയൊക്കെ ക്ലബ്ബുകൾ, പ്രത്യേകിച്ച് ചെറിയ ക്ലബ്ബുകൾ ബുദ്ധിമുട്ടുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജൂനിയർ പ്ലെയേഴ്സിനെ 12, 13, 14 വയസ്സുള്ള കുട്ടികളെ ഇതേത് പ്രധാനപ്പെട്ട ക്ലബ്ബുകളുടെ ജൂനിയർ ടീമുകളിലേക്ക് കളിപ്പിക്കണം. നമ്മൾ അംഗത്വം മേടിച്ചു കൊടുക്കണം, പണം കൊടുത്ത് മേടിച്ചു കൊടുക്കണം. അവർക്ക് സ്പോൺസർ ചെയ്യുക മാത്രമല്ല, ഈ ക്ലബ്ബുകളെ ഞങ്ങൾ സഹായിക്കുക എന്ന് പറഞ്ഞ് ഗവൺമെൻറ് അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ അവർ ഈ പണം സ്വീകരിച്ച് ഈ കുട്ടികളെ ടീമിലെടുക്കുന്നു എന്ന് വിചാരിക്കുക. പിന്നെ കുട്ടികൾ കളിക്കാൻ പോകുന്നത്, നമ്മുടെ ഇന്ത്യൻ കുട്ടികൾ കളിക്കാൻ പോകുന്നത് ആ ലെവലിലായിരിക്കും. കാരണം ആ ഒരു ലെവലേ കുട്ടികൾക്ക് അറിയുള്ളൂ. കുട്ടി ശരിക്കും വേഗതയുള്ള ഫുട്ബോൾ താനേ പഠിച്ചോളും. കാരണം കൂടെ കളിക്കുന്നവരൊക്കെ ആ ലെവലിലാണ് കളിക്കുന്നത്. അവർ പതുക്കെ സീനിയർ ടീമിലെത്തുമ്പോഴും ആ ലെവലിലായിരിക്കും കളിക്കുക. ഇങ്ങനെ യൂറോപ്പിലെ പ്രധാനപ്പെട്ട ക്ലബ്ബുകളുടെ ജൂനിയർ ടീമുകളിലേക്ക് ഇന്ത്യയിലെ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയച്ച് അവിടെ നമ്മൾ അംഗത്വം കൊടുക്കുക.
ഏത് ക്ലബ്ബെന്ന് നോക്കേണ്ട, പ്രധാനപ്പെട്ട ക്ലബ്ബുകളിലെയൊക്കെ ജൂനിയർ ടീമുകളിൽ നമ്മൾ നിറയ്ക്കുക നമ്മുടെ കുട്ടികളെ കൊണ്ട്, അതിന് വേണ്ടുന്ന സാമ്പത്തിക സഹായം. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റേഡിയമുണ്ടോ മറിച്ചോ ഇല്ല, അതിന് ഈ പറഞ്ഞ സാർ പറഞ്ഞാൽ ഈ അഡീഷണൽ ഫണ്ടൊന്നും കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അവിടെ ഇവിടെയും വെറുതെ കൊണ്ട് കളയുന്ന പണം ഇവിടെ കൃത്യമായിട്ട് ചിലവാക്കിയാൽ മതി.